സിന്ദൂരരേഖ ഭാഗം 71. അനവദ്യ എന്ന് പറയുന്നത് ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പെടുന്ന പെൺകുട്ടിയാണ്. എങ്കിലും അത്ര വലിയ പാവപ്പെട്ടത് എന്നും പറയാനാവില്ല. പക്ഷേ ഒരു ഡോക്ടറെ വിവാഹം കഴിക്കാൻ മാത്രം ഭാഗ്യമൊന്നും തനിക്കില്ല എന്ന് വിശ്വസിക്കാനായിരുന്നു അവൾക്ക് താല്പര്യം. അതുകൊണ്ടാണ് തനിക്ക് മാനവനോടുള്ള ഇഷ്ടം അവൾ തുറന്നു പറയാതിരുന്നത്. എങ്കിലും അതിനിടയിലേക്ക് സാനിയ കടന്നു വന്നത് അവൾക്ക് വല്ലാത്ത നിരാശ ഉണ്ടാക്കി കൊടുത്തിരുന്നു. കാരണം ഏതെങ്കിലും ഒരു തരത്തിൽ എന്നെങ്കിലും മാനവ് ഡോക്ടർക്ക് തന്നോടൊരിഷ്ടം ഇങ്ങോട്ട് തോന്നുകയാണെങ്കിലോ എന്നൊരു പ്രതീക്ഷ അപ്പോഴും അവളുടെ മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ടായിരുന്നു. സാനിയ ഹോസ്പിറ്റലിലേക്ക് വന്നതിന് ശേഷം അങ്ങനെ ഒരു പ്രതീക്ഷക്കായിരുന്നു മങ്ങലേറ്റത്. പോകെ പോകെ സാനിയ ഹോസ്പിറ്റലിൽ തന്നെ ഉള്ളത് പതിവായി. ഹോസ്പിറ്റലിലുള്ളത് എന്നതിനേക്കാൾ ഉപരി മാനവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പതിവായി എന്നതുപോലെയായി. ഒരു ദിവസം രാത്രി അല്പം ക്ഷീണിച്ചു തന്നെയായിരുന്നു മനു ഡ്രൈവ് ചെയ്തിരുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കൺസൾട്ടേഷനും അത് കഴിഞ്ഞുണ്ടായിരുന്നൊരു സർജറിയും കാരണം അവൻ നന്നായിട്ട് കുഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തി ഒന്ന് കിടന്നുറങ്ങിയാൽ മതി എന്ന ചിന്തയിലായിരുന്നു അവൻ ഡ്രൈവ് ചെയ്തിരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. സിറിൽ സാറാണെന്ന് കണ്ടതും മടുപ്പോടെയാണെങ്കിലും അവൻ ഫോൺ എടുത്തു. ആള് നാട്ടിലുണ്ടായിരുന്നില്ല, വിദേശത്തെവിടെയോ പോയിരിക്കുകയായിരുന്നു. ഇന്ന് തിരികെ വരും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നാട്ടിലെത്തിയതിന് ശേഷം ഒരു വിളി താൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഹലോ മാനവ്, തിരക്കിലാണോ? അതെ സാർ, ഞാൻ ഡ്രൈവ് ചെയ്യാണ്. ഓക്കെ, എങ്കിൽ അത് കഴിയുമ്പോൾ എന്നെ ഒന്ന് വിളിക്ക്. ഐ ഹാവ് ടു സേ സംതിങ് ഇൻട്രസ്റ്റിംഗ് ടു യു. ഓക്കെ സാർ എന്ന് പറഞ്ഞ് അവൻ ഫോൺ വിളിച്ചതിന് ശേഷം വീട്ടിലെത്തി ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞപ്പോൾ സിറിൽ സാറിനെ തിരികെ വിളിച്ചു. സാറെന്താ അത്യാവശ്യമായിട്ട് വിളിക്കണമെന്ന് പറഞ്ഞത്? മാനവ്, ഐ എം തിങ്കിങ് ഓഫ് സ്റ്റാർട്ടിങ് എ ന്യൂ ബ്രാഞ്ച് ഇൻ അവർ ഹോസ്പിറ്റൽ ഇറ്റ്സെൽഫ്. അയാൾ ഇങ്ങോട്ട് പറഞ്ഞതും മനു മനസ്സിലാകാത്ത രീതിയിൽ അവൻ്റെ മുഖം ഒന്ന് ചുളിഞ്ഞു. കാരണം ഇനി 2 മാസം കൂടി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പേയ്മെൻറ്റ് ചെയ്ത് ഹെവൻസ് ഹോസ്പിറ്റൽ എന്നുള്ളത് വർമ്മ ഹോസ്പിറ്റലായി പൂർണ്ണമായും മാറാൻ പോവാണ്. അതിനിടയിൽ എന്തിനാണ് ഇങ്ങനെയൊരു കാര്യം ഇപ്പോൾ ഇയാൾ വിളിച്ച് പറയുന്നത് എന്നൊരു ചിന്തയായിരുന്നു മനുവിൽ. സോറി സാർ, സാർ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. വാട്ട് അബൌട്ട് സ്റ്റാർട്ടിങ് ആൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ബീയിങ് ഇൻ അവർ ഹോസ്പിറ്റൽ മാനവ്? അത് ഒരുപാട് റിസ്ക് ഉള്ള കാര്യമായതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയുള്ളതൊന്നും വേണ്ടെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. തീരുമാനങ്ങളൊക്കെ മാറ്റാനാവുന്നതല്ലേ ഉള്ളൂ മാനവ്. ഇറ്റ്സ് സിമ്പിൾ. ഞാനിപ്പോൾ ഈ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് കണ്ടക്ട് ചെയ്തത് തന്നെ ഈ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അയാളുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനുവിന് ആകെ മൊത്തത്തിലൊരു പന്തികേടാണ് തോന്നിയത്. കാരണം ഹെവൻസ് ഹോസ്പിറ്റൽ നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് അത് തങ്ങളെ കൊണ്ട് ടേക്ക് ഓവർ ചെയ്യിപ്പിച്ചു. അതിനുശേഷം ഇനിയും ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായിട്ടുള്ള പൈസ ഇടപാടുകൾ എല്ലാം തന്നെ തീർത്ത് അതിൻ്റെ ഓണർഷിപ്പ് കംപ്ലീറ്റ്ലി തങ്ങളുടെ പേരിലേക്ക് സ്വന്തമാക്കുന്നതിലൂടെ സിറിൽ സാറായിട്ടുള്ള കണക്ഷൻ തീരുകയാണ്. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ പുതിയൊരു കാര്യം തുടങ്ങുന്നതിനെക്കുറിച്ചൊക്കെ സാർ ഐഡിയ തരുന്നത് എന്നുള്ളത് അവൻ എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ലായിരുന്നു. സോറി സാർ, ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് എനിക്കൊന്നുകൂടി ആലോചിക്കണം. ഓക്കെ, തനിക്കിഷ്ടമുള്ളത്ര ഈ സമയമെടുത്ത് ആലോചിക്കാം. ഓക്കെ ഡോക്ടർ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ടും മനുവിൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. എന്താണ് ചെയ്യേണ്ടത്, എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളതിനൊന്നും അവനൊരു എത്തും പിടിയും കിട്ടുന്നില്ലായിരുന്നു. എങ്കിലും ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ചെയ്ത് നടത്താൻ തുടങ്ങിയാൽ അത് ജനങ്ങൾക്കും ഒരു തുണയായിരിക്കും. ആ ഒരു ചിന്തയും അവൻ്റെ ഉള്ളിൽ തോന്നാൻ തുടങ്ങിയിരുന്നു. മറ്റുള്ള ആശുപത്രികളെ വെച്ച് നോക്കുമ്പോൾ വർമ്മ ഹോസ്പിറ്റൽസിലെ ചികിത്സാ ചെലവ് അല്പം കുറവാണ്. അതുകൊണ്ട് ഒരുപാട് സാധാരണപ്പെട്ട ആളുകൾ ചികിത്സയ്ക്ക് എത്തുന്നുമുണ്ട്. അങ്ങനെയുള്ളവർക്കെല്ലാം ഈ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊരു കാര്യവും കൂടി പുറത്തേതിൽ നിന്ന് കുറച്ച് ചിലവ് വരുന്ന രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ അത് ഉപകാരമായിരിക്കും എന്നൊരു വശം കൂടി അവൻ ചിന്തിച്ചു. അമ്മയോടും ഉണ്ണിയോടും സംസാരിച്ച് നോക്കിയപ്പോൾ അവരിതിൽ എതിർപ്പൊന്നും പറയാതെ നല്ല കാര്യമാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ചിന്തിച്ചപ്പോൾ മനുവിനും അത് നല്ലതാണെന്ന് തന്നെ തോന്നി. അങ്ങനെ സിറിൽ സാറിനോട് പറഞ്ഞ് അതും കൂടി ചേർത്തു. 2 മാസത്തിനുള്ളിൽ തന്നെ ഹോസ്പിറ്റലിൽ അതിനുവേണ്ട സജ്ജീകരണങ്ങളെല്ലാം തന്നെ ചെയ്തു തീർത്തു. അപ്പോഴേക്കും ഹോസ്പിറ്റലിൻ്റെ മുഴുവൻ തുകയും അടച്ചു തീർത്ത് ആ ഹോസ്പിറ്റൽ തന്നെ സ്വന്തമാക്കിയിരുന്നു മനു. അങ്ങനെ വർമ്മ ഹോസ്പിറ്റൽസിൻ്റെ ഒരു ബ്രാഞ്ച് മാധവ് വർമ്മയും മറ്റൊരു ബ്രാഞ്ച് മാനവ് വർമ്മയും നോക്കി നടത്താൻ തുടങ്ങി. സിറിൽ സാറിൻ്റെ മകള് മെഡിസിൻ പഠനത്തിന് ശേഷം വർമ്മ ഹോസ്പിറ്റലിൽ തന്നെ പ്രാക്ടീസിനായിട്ട് ജോലിക്ക് കയറി. അതുകൂടി ആയപ്പോഴേക്കും മനുവും അവളും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി അടുത്തു. സിറിൽ സാറായിട്ടും നല്ല രീതിയിലുള്ളൊരു ബന്ധം അവനുണ്ടായിരുന്നു. പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കൂടി വന്നപ്പോഴേക്കും വർമ്മ ഹോസ്പിറ്റൽസിൻ്റെ മുഖലക്ഷണം തന്നെ മാറി എന്ന് പറയാം. ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ചൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ടത് മാറാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല.
ഇതിനെല്ലാം കാരണക്കാരനായതുകൊണ്ട് ചെറുതല്ലാത്തൊരു പങ്ക് സിറിൽ സാറിനുണ്ട്. അതുകൊണ്ട് തന്നെ സിറിൽ സാറിനോട് മനുവിന് വല്ലാത്തൊരു ബഹുമാനമാണ്. അതിര് കവിഞ്ഞൊരു സ്വാതന്ത്ര്യവും അവൻ ഹോസ്പിറ്റലിലെ ആൾക്ക് കൊടുത്തിരുന്നു. പക്ഷേ പിന്നീട് അത് തന്നെയായിരിക്കും തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആപത്ത് കൊണ്ടുവരാൻ പോകുന്നതെന്ന കാര്യം അന്നേരം മനു അറിഞ്ഞിരുന്നതല്ല. ദിവസങ്ങൾ പോയി മാഞ്ഞപ്പോൾ വർമ്മ ഹോസ്പിറ്റൽസിൻ്റെ പേരും പ്രശസ്തിയും വാനോളം ഉയർന്നു. അതിനൊപ്പം, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട്, മാനവ് വർമ്മ എന്ന ഡോക്ടറിൻ്റെ പേരും. സാർ, നമ്മളിപ്പോൾ സർജറി ചെയ്ത പേഷ്യൻ്റ് മരിച്ചു. ഒരു ദിവസം നീണ്ട നേരത്തെ അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറി കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് ഒരു നേഴ്സ് വന്ന് ഈ ഒരു കാര്യം മനുവിനോട് പറയുന്നത്. കേട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഞെട്ടിപ്പിടിഞ്ഞെന്നതുപോലെ മനു കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു. സർജറി എല്ലാം നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തു. പേഷ്യൻറ്റിന് ഒരു കുഴപ്പവുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് താൻ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. എന്നിട്ടും പെട്ടെന്ന് അദ്ദേഹത്തിന് എന്തു പറ്റി എന്നൊരു ചിന്തയിൽ അവൻ വേഗം തന്നെ പുറത്തേക്ക് ഓടി. കേവലം 34 വയസ്സ് മാത്രം പ്രായമുള്ളൊരു ചെറുപ്പക്കാരൻ്റെ കിഡ്നി മാറ്റിവെക്കുന്ന സർജറി ആയിരുന്നു കഴിഞ്ഞത്. അയാൾക്ക് 34 വയസ്സ് തന്നെ മാത്രം പ്രായമുള്ളൊരു ഭാര്യ, 2 പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ, ഒരമ്മ. ഇതായിരുന്നു അയാളുടെ കുടുംബം. പെട്ടെന്ന് കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന അയാളുടെ വൃക്കകൾ രണ്ടും തകരാറിലായി പോയത് ആ കുടുംബത്തെ അപ്പാടെ തന്നെ തകർത്തു മാറ്റാൻ പാകത്തിനുള്ള അപകടം തന്നെയായിരുന്നു. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി അയാൾ മാത്രമായിരുന്നു ആ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയിരുന്നത്. അയാൾ കൂടിക്കിടപ്പായതും ആ വീട്ടുകാർ മുഴുവൻ പട്ടിണിയിലായി. വീട് വിറ്റ് കിട്ടിയ വെറും 7 ലക്ഷം രൂപ കൊണ്ട് മാത്രമാണ് അവർ ഈ ഒരു കാര്യം ചെയ്യാൻ വന്നത്. പക്ഷേ അത്രയും പണം തികയാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് താനും കൂടി ചേർന്നാണ് ആ ഒരു തുക സ്വരൂപിക്കാനായിട്ട് അവരെ സഹായിച്ചത്. എല്ലാം കൂടി ഓർത്തതും മനുവിനാകെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അയാളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്ന് ആ അമ്മയ്ക്ക് വാക്ക് കൊടുത്തുകൊണ്ടാണ് സർജറിക്ക് കയറിയത് പോലും. വിജയകരമായിട്ട് തന്നെ അത് കഴിഞ്ഞിറങ്ങുമ്പോൾ എന്തോ നേടിയെടുത്തു എന്നതുപോലുള്ളൊരു സന്തോഷമായിരുന്നു മനുവിൻ്റെ മുഖത്ത്. അതാണ് ഇപ്പോൾ നിമിഷ നേരം കൊണ്ട് ഇല്ലാതായിരിക്കുന്നത്. ICUവിലേക്ക് പാഞ്ഞടുക്കുമ്പോൾ അതിൻ്റെ മുന്നിലായി നിൽക്കുന്ന ആ അമ്മയോടും അയാളുടെ ഭാര്യയോടും കയ്യിലിരിക്കുന്ന മക്കളോടുമൊക്കെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്ന് പോലും മനുവിന് അറിയില്ലായിരുന്നു. അവരെ നോക്കി അകത്തേക്ക് കയറി അവൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ വന്നു മൂടാൻ അധികം സമയം വേണ്ടി വന്നില്ല. എവിടെ എന്ത് പാകപ്പിഴയാണ് സംഭവിച്ചതെന്ന് അവന് മനസ്സിലാകുന്നില്ല. ഇന്ന് വരെ ചെയ്തതെല്ലാം വിജയം മാത്രം കണ്ടു എന്നൊരു ആത്മവിശ്വാസം ഈ ഒന്നിലും ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ആത്മവിശ്വാസം അടിവേര് മുതൽ ഇളകിപ്പോയിരിക്കുന്നു. ഒരു കൂട്ടം വയറുകൾക്കിടയിൽ ചേതനയറ്റ് കിടക്കുന്ന അയാളുടെ ശരീരം കാണെ സ്വയം തളർന്നു പോകുന്നത് പോലെയാണ് മനുവിന് തോന്നിയത്. പിന്നീട് കൂടുതൽ സമയം അവിടെ നിൽക്കാതെ അവൻ നേരെ വീട്ടിലേക്ക് പോയിരുന്നു. ഒരു കുഞ്ഞെന്ന പോലെ അവൻ അമ്മയുടെ മടിയിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. അവനെ ആശ്വസിപ്പിക്കാൻ ഒരു വാക്കുപോലും ലഭിക്കാതെ ശ്രീകുമാരിയും അത് കേട്ടാകെ തളർന്നു പോയിരുന്നു. അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന് ഇപ്പോഴും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല അവന്. തൻ്റെ ഭാഗത്തു നിന്നും 100% തന്നെ കൊടുത്ത് എല്ലാം വേണ്ട വിധത്തിൽ ശരിയായി തന്നെ ചെയ്തതാണ് എന്നൊരു ബോധം ഇപ്പോഴും അവൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ എവിടെ എന്ത് പിഴവാണ് സംഭവിച്ചതെന്ന കാര്യം അവനും മനസ്സിലാവുന്നില്ലായിരുന്നു. അന്നത്തെ ദിവസം ആദ്യമായിട്ട് താൻ മദ്യം കയ്യിലെടുത്തു. രാത്രി തനിക്ക് എന്തൊക്കെയായാലും ഉറക്കം വരില്ല എന്ന് ബോധ്യമായതും മദ്യത്തിനെ തന്നെ അവൻ ആശ്രയിച്ചു. കുടിച്ച് ശരീരം ഒന്നാകെ അങ്ങനെ തളർന്നു കിടക്കുമ്പോൾ മനസ്സാലെ അവൻ ആ കുടുംബത്തോട് 1000 തവണ മാപ്പ് ചോദിക്കുമായിരുന്നു. തൻ്റേതല്ലാത്ത കാരണത്താലാണെങ്കിലും അവന് വല്ലാത്തൊരു വേദന പോലെയാണ് ആ മരണം തോന്നിയത്. ഇതിനു മുൻപും ഹോസ്പിറ്റലിൽ വെച്ച് ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ തന്നെ ഇത്രയും പിടിച്ചുലയ്ക്കുന്ന രീതിയിലുള്ളൊരു മരണം ഇതാദ്യമാണ്. രാത്രി മദ്യപിച്ച് കിടന്നതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം മനുവിന് എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ആദ്യമായിട്ട് മദ്യം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ തലയ്ക്ക് വല്ലാത്തൊരു ഭാരം പോലെ തോന്നിയാണ് അവൻ കണ്ണു തുറന്നത് തന്നെ. ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടതും അവൻ കൈ എത്തിച്ച് ഫോൺ എടുത്തു. സർ, ഹോസ്പിറ്റലിലാകെ പ്രശ്നമാണ്, പോലീസൊക്കെ വന്നിട്ടുണ്ട്. മറുവശത്ത് നിന്ന് ശിഖയാണ് സംസാരിക്കുന്നത്. അവൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നു അവന്. പോലീസോ? എന്തിനാ? അവരെന്തിനാ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നത്? സാർ, ഇന്നലെ ഇവിടെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനിടയിൽ മരിച്ച ആളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ദറ്റ് ഈസ് നോട്ട് ആൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഫെയിലിയർ. വാട്ട്? മനു ഞെട്ടലോടെ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു. സാർ, അയാളുടെ ശരീരത്തിൽ പെട്ടെന്നുള്ള ഓക്സിജൻ്റെ അളവ് വർദ്ധിച്ചതാണ് മരണത്തിനുള്ള കാരണം. ആൻഡ് ദാറ്റ് ഈസ് അവർ മിസ്റ്റേക്ക്. പതുക്കെയുള്ള ശബ്ദത്തിൽ അല്പം പേടിച്ച് തന്നെയാണ് ശിഖയത് അവനോട് പറഞ്ഞത്. കേട്ടപ്പോൾ തന്നെ തിരികെ എന്ത് പറയണമെന്നറിയാതെ ആയിപ്പോയി മനു. അടുത്ത നിമിഷം തന്നെ വാതിലിൽ മൊട്ടിക്കൊണ്ട് ഉണ്ണി വിളിക്കുന്ന ശബ്ദവും കേട്ടു. ഏട്ടാ! അവൻ വിളിക്കുന്നത് കേട്ടതും ഫോൺ അവിടെ വെച്ചുകൊണ്ട് മനു പോയി വാതിൽ തുറന്നു. തുടരും.
അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.